ഇസ്രായേലിന്റെ വടക്കൻ തെക്കൻ പ്രദേശങ്ങൾ കടന്ന് തെക്കൻ ലെബനനിലും വടക്കൻ പ്രദേശങ്ങളിലും വ്യാപകമായ വ്യോമാക്രമണം കനത്ത ബോംബിങ്ങുമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോട് ബോംബ് ഷെൽട്ടറിൽ കഴിയാനും IDF ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ ബോംബിംഗ് ആണ്. മുൻപൊക്കെ മിസൈലുകളും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ബോംബുകൾ വാരി വിതറിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ 100ഓളം കേന്ദ്രങ്ങളിലാണ് കനത്ത ബോംബിംഗ് നടന്നത്. 1000ഓളം റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി IDF പറയുന്നു. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളോട് മാറി താമസിക്കാൻ പറയുന്നു. ഒപ്പം തന്നെ മെറോം ഹെഗലി റീജിയണൽ, അപ്പർ ഗലീലി, റോഷാവിന, സാഫിദ്, മെറ്റുലെ, കെസ്ട്രീൻ തുടങ്ങി മറ്റ് പട്ടണങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് എല്ലാവരും ബോംബ് ഷെൽട്ടറിൽ കഴിയണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ പേജർ ഒപ്പം തന്നെ വാക്കിട്ടോക്കി പൊട്ടിത്തെറിച്ചിരുന്നു. അങ്ങനെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് തകർത്തുകൊണ്ടുള്ള കനത്ത വ്യോമാക്രമണം. കാരണം ഇസ്രായേൽ പൊതുവേ സമാധാനപരമായി കുറച്ച് നാളായി നീങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമായിക്കൊണ്ടാണ് ഹിസ്ബുള്ള കഴിഞ്ഞ 11 മാസക്കാലമായി നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. അതിനൊരു വലിയ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ആ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ നടക്കുന്നത് യുദ്ധത്തിൻ്റെ 2ാം ഘട്ടമാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.